ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എങ്ങനെയാണ് ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരേണ്ടത്, ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റംസ് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2-3 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ റെൻ്റ് അല്ലെങ്കിൽ മാനേജർ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നെ പെയ്ഡും ഉണ്ടായിരിക്കും, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോണ് ചിലപ്പോൾ റിസീവ്ഡും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ എക്സ്പെൻസ് എല്ലാം ഡെബിറ്റിൽ എഴുതി ഇൻകംസ് എല്ലാം ക്രെഡിറ്റിൽ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. 2 രീതിക്ക് ചെയ്യാം. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഈ ഐറ്റംസ് എല്ലാം മൈനസ് ചെയ്യും, അതായത് എക്സ്പെൻസുകളെല്ലാം മൈനസ് ചെയ്യും. ഇതെല്ലാം എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇതെല്ലാം മൈനസ് ചെയ്തിട്ട് ഇൻകംസ് എല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ്, നമ്മളിപ്പോൾ സാധാരണ പി എൽ അപ്രോപ്രിയേഷൻ എന്തൊക്കെ എടുക്കുന്നത്, പി എൽ അപ്രോപ്രിയേഷൻ ഫോമാറ്റിൽ എന്തൊക്കെ എടുക്കുന്നത് അറിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്ണർ സാലറി, പാർട്ട്ണർ കമ്മീഷൻ, റിസർവ്, IOD. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും റിസർവ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. IOD നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതല്ലാതെ വരുന്ന ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസാണ് പറഞ്ഞത്, റെൻ്റ്, മാനേജർ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെയ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ റിസീവ്ഡ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെൻ്റ്, മാനേജർ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെയ്ഡൊക്കെ മൈനസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ റിസീവ്ഡ് ആഡ് ചെയ്യണം. ഇത് ആ എമൗണ്ടാണ് നമ്മൾ എവിടെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ടേ നമ്മൾ പി എൽ അപ്രോപ്രിയേഷനിൽ വരയ്ക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ 3 എക്സ്പെൻസുകളില്ലേ, മാനേജർ കമ്മീഷൻ, റെൻ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എല്ലാം മൈനസ് ചെയ്ത് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുള്ള കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ടാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് കൊണ്ടുവരേണ്ട എമൗണ്ട്. മനസ്സിലായോ? പ്രോഫിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് വരും, ലോസ് ആണെങ്കിൽ ഇവിടെ വരും. ഓക്കെ, 3 ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എക്സ്ട്രാ ഐറ്റംസ് വരികയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ അമൻ ആൻഡ് ബോമന പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി. അപ്പോൾ 1:1 ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ബിസിനസ് ബീങ് ക്യാരിഡ് ഫ്രം ദ പ്രോപ്പർട്ടി ഓൺ ബൈ അമൻ ഓൺ ഇയർലി റെൻ്റ് ഓഫ് 24,000 ആണ് റെൻ്റ്. അപ്പോൾ ഒരു ഐറ്റം വന്നു കേട്ടോ, റെൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമൻ ഈസ് ടു ഗെറ്റ് എ സാലറി ഓഫ് 1,20,000 ആൻഡ് ബോമൻ ഈസ് ടു ഗെറ്റ് കമ്മീഷൻ അറ്റ് 5% ഓഫ് നെറ്റ് സെയിൽസ് വിച്ച് ഡ്യൂറിങ് ദ ഇയർ വാസ് 30 lakh. അമ്മന് സാലറി 1,20,000, ബോമന് കമ്മീഷൻ 30 lakhs 5% ആണ്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ ബിഫോർ പ്രൊവൈഡിങ്, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബിഫോർ പ്രൊവൈഡിങ് ആണ് റെൻ്റ് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായി. മിക്ക ക്വസ്റ്റ്യനിലും ബിഫോർ പ്രൊവൈഡിങ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഈ തന്നിരിക്കുന്ന എമൗണ്ട് ഇല്ലേ, ഈ 5 lakh ഈ 24,000 കുറയ്ക്കണം. ഇത് ഇയർലി ആയതുകൊണ്ട്, ഇതിപ്പോൾ മന്ത്ലി ആണ് തന്നിരുന്നെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം ഇയറിലോട്ട്. ഇതിപ്പോൾ ഇയർലി തന്നെ തന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 5 lakh 24,000 കുറയ്ക്കാം. എന്നിട്ട് ആ എമൗണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ കിട്ടുന്നതാണ് 4,76,000. ഇനി എന്താ ചെയ്യുക, സാലറി ഇല്ലേ, സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സാലറി കൊടുക്കുന്നത് കാണിക്കുക. ടു അമൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് സാലറി 1,20,000 കൊടുക്കുക. 30 lakh 5% എത്രയാണ്, 1,50,000. അതായിരിക്കും കമ്മീഷൻ. 1,50,000 കൊടുക്കുക. ഇനി ബാലൻസ് ചെയ്യുക. ഇവിടെ 4,76,000 വരും, ഇവിടെ 2,70,000 ആണ്. അപ്പോൾ 476 270 കുറച്ച് എത്ര കിട്ടുക, 206,000 കിട്ടും. അത് ഈക്വലി ആണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈക്വലി 1,03,000 1,03,000. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വയ്ക്കാം. താങ്ക് യു.